ഓം നമോ നാരായണായ. തങ്ങൾ കേട്ടത് രാക്ഷസന്റെ മായാഭാഷിതമാണെന്ന് സീതാദേവിയോട് ശ്രീലക്ഷ്മണൻ പറയുക തന്നെ ചെയ്തു. അതേ തുടർന്ന് സീതാദേവി രോഷത്തോടുകൂടി പറഞ്ഞതെന്താണെന്ന് ശ്രീലക്ഷ്മണൻ പറയുന്നില്ല. ദുർവചനങ്ങൾ കേട്ടായാലും ശ്രീലക്ഷ്മണൻ സീതാദേവിയെ വിട്ടു ശ്രീരാമനെ അന്വേഷിച്ചു വരുവാൻ പാടില്ലായിരുന്നുവെന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദോഷം ചിന്തിക്കേണ്ടേ എന്നൊക്കെ ശ്രീരാമൻ പറയുന്നു. ദുഃഖമില്ലാത്തവനായ ശ്രീരാമൻ വിലപിക്കാൻ തുടങ്ങി. രാവണൻ കട്ടുകൊണ്ടു പോയതു മായാ സീതാദേവിയെയാണെന്നും സത്യത്തിലുള്ള സീതാദേവി അഗ്നിയിൽ മറഞ്ഞിരിക്കുകയാണെന്നും അറിഞ്ഞാൽ ശ്രീലക്ഷ്മണന് കാര്യങ്ങൾക്കു ഗൗരവം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ശ്രീലക്ഷ്മണനെ കർമ്മനിരതനാക്കാനാണ് മായയെ അവലംബിക്കുന്നത്. വനദേവതമാരും വൃക്ഷങ്ങളും മൃഗങ്ങളും പക്ഷികളും പ്രകൃതി മുഴുവനും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഭാരത ദർശനം. അതിനാൽ ബന്ധുക്കളെ വിളിച്ചാണ് ശ്രീരാമൻ ഇവിടെ വിലപിക്കുന്നത്. തത്വജ്ഞാനിയായ ഭഗവാൻ ഇവിടെ അജ്ഞാനിയായി പ്രത്യക്ഷപ്പെട്ടത് അവതാരോദ്ദേശം നിറവേറ്റാനാണ്. ഇത്തരം നാദം മമ ഭ്രാതാവീനുണ്ടായി വര ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താൾ എന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിട കൊണ്ടേ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേനി ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീയറിയുന്നതില്ലേ. രാക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുട ജാന്തർ ഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലപിച്ചാൻ നിഷ്കളൻ ആത്മാരാമൻ നിർഗുണൻ ആത്മാനന്ദൻ. ഹഹ വല്ലഭേ സീതേ ഹഹ മൈഥിലീ നാദേ ഹഹ ജാനകീ ദേവി ഹഹ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യനീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണഞ്ഞു വിവശനായി. വനദേവതാമാരെ നിങ്ങളുമുണ്ടോ കണ്ടു
വനജ്യേഷ്ഠനായ സീതയെ സത്യം ചൊൽവീൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, പത്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം, പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നെ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു, സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാ, സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ, നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ, നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മയയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ, കാര്യമാനുഷൻ മൂഢാത്മാക്കളെ യൊപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല, ജ്ഞാനമില്ലായ്കയാൽ.